സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ വനിതാ സ്ഥാനാർത്ഥി പ്രസ്താവനയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അതൃപ്തി. പ്രസ്താവന ലീഗ് വിരുദ്ധ നിലപാടിന്റെ ഭാഗമാണെന്നാണ് വിമർശനം. ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന എങ്ങനെ ചർച്ചയാകുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ഈ ഉമർ ഫൈസി മുക്കം നടത്തിയ പരാമർശം അത് തിരുത്തിക്കൊണ്ട് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഈ സമസ്തയ്ക്കകത്താണെങ്കിൽ പിന്നെ അഭിപ്രായം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയും അത് സമസ്തയുടെ അഭിപ്രായമാണോ എന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. അതിനിടയിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ വിവാദം അല്ലെങ്കിൽ ഈ വിവാദ പരാമർശം അത് തെരഞ്ഞെടുപ്പിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നതിന്റെ ആശങ്ക ലീഗിനുമുണ്ട്. ലീഗ് അതിനെ കാണുന്നത് എങ്ങനെയാണ് അഭിജിത്ത് മുഴക്കുന്നത്? റിജിത്ത് ആര്യ, ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗ് നിയമസഭയിൽ 2 വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയയും കൂത്തുപറമ്പ് ജയന്തി രാജനും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സമസ്ത മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. റിപ്പോർട്ടറിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സംവരണ സീറ്റുകളിൽ സ്ത്രീകളെ നിർത്താം, പക്ഷെ അതല്ലാതെ ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ നിർത്തുന്നതിനോടെതിരാണ് താൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് വലിയ ഒരു പ്രതിസന്ധി അത് ലീഗിനകത്തുണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ലീഗ് നേതൃത്വത്തിന് വലിയ അതൃപ്തിയുമുണ്ട്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കടക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ഉൾപ്പെടെ. ആ ഘട്ടത്തിലാണ് സമസ്തയുടെ ഏറ്റവും മുതിർന്ന ഒരു അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഉമർ ഫൈസി മുക്കം എപ്പോഴും ലീഗ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ്. അതായത് അദ്ദേഹം ഒരു ലീഗ് വിരുദ്ധ ചേരിയിലെ ആൾ കൂടിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള പ്രസ്താവന അത് അങ്ങനെ ഒരു പ്രതിസന്ധി ലീഗിനുണ്ടാക്കാനുള്ള നീക്കമാണോ എന്ന് പോലും ലീഗ് നിലവിലേതായാലും സംശയിക്കുന്നുണ്ട്. അതിന് ഏത് രീതിയിൽ മറികടക്കാം എന്നുള്ള ഒരു ആലോചന കൂടിയാണ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകുന്നത്. അതേസമയം തന്നെ ഈ പ്രസ്താവനയെ തള്ളി ഇന്നലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയേണ്ടതില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം, അത്തരം പ്രസ്താവനകൾ സമസ്തയുടെ ഭാഗത്തുണ്ടാകരുത് എന്നുള്ള പ്രതികരണമാണ് ഏതായാലും സമസ്ത അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. നിലവിലേതായാലും എങ്ങനെയാണ് ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം, അദ്ദേഹത്തിന്റെ നിലപാട് മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുക എന്നുള്ള ചർച്ചയിലാണ് ലീഗ് ഉള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.